ഹലോ, എസ്റ്റർ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് കാണിക്കാനായിട്ടാണ്. നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ, ഏത് കളർ കോമ്പിനേഷൻ അനുസരിച്ച് ചെയ്യണം, അതനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഡിസ്പാച്ച് ടൈം 60 to 70 വർക്കിംഗ് ഡേയ്സ് ആണ്. ചെറിയ ഡിഫറൻസ് ഒക്കെ ഈ പറഞ്ഞ ഹാൻഡ് എംബ്രോയിഡറി ആയതുകൊണ്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില ഡിസൈൻസ് ഒക്കെ തീർന്നൊന്നും വരില്ല. എന്നാലും നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ഈ ഒരു ടൈം പീരീഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. നമ്മൾ ഇന്ന് കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സാരീസ് ആണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ സാരീസ് എല്ലാം തന്നെ ഈ കസ്റ്റമേഴ്സ് നമുക്ക് വേണ്ടി ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് തന്നെ നമ്മൾ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സാരീസ് ആണ്. നമ്മുടെ ഒരു പ്രഗ്നൻസി സമയത്തൊക്കെ തന്ന ഓർഡേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ അവർ നമുക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ എത്ര ടൈം വേണേലും എടുത്ത് പയ്യെ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഒത്തിരി കോപ്പറേറ്റീവ് ആയിട്ട് നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്ന കുറച്ച് കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവരുടെ സാരീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. സാരീസ് നമുക്ക് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു സാരിയിൽ വർക്ക് നേരത്തെ ഒരു സാരിയിൽ ചെയ്തത് കണ്ട് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർഡർ വന്നതാണ്. ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു ബട്ടർഫ്ലൈ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. റെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും അതുപോലെ റെഡിൻ്റെ ഒരു കളർ ത്രെഡ് കൂടെ യൂസ് ചെയ്ത് 2 ഷെയ്ഡ്സ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആ ഒരു ചിറക് പോലുള്ള ഭാഗമൊക്കെ ലേസി ഡേസി ഫ്ലവേഴ്സ് യൂസ് ചെയ്തും ബാക്കിയൊക്കെ റണ്ണിങ് സ്റ്റിച്ചും സാറ്റൻ സ്റ്റിച്ചും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ എൻ ഭാഗം നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ സ്കാലപ്പ് പോലെ എൻഡ് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി ഒരു കൈപ്പത്തി വലുപ്പത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് സെയിം സൈസിൽ വരുന്നത് പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇത് മിക്സ് ചെയ്തുള്ളൊരു കളർ കോമ്പിനേഷൻ, അതായത് റെഡ് തന്നെ അല്ലാതെ റെഡിൻ്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡും ഒക്കെ കൂടെ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ആ ഒരു വൈറ്റും ആ റെഡിലോട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റും ഒക്കെ കാണിക്കുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ, അതായത് ആ ഒരു ട്രാൻസിഷൻ കാണിക്കുന്നത് പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ഡെപ്ത് ഉള്ള പോലെ നമുക്ക് ആ ഒരു ഡിസൈൻ, ആ ബട്ടർഫ്ലൈ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ ചെറിയ ഡേസി സ്റ്റിച്ചസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയമെടുത്ത് നമ്മളിത് വരച്ചെടുക്കാനും അതുപോലെ വർക്ക് ചെയ്യാനും ഒക്കെ അത്യാവശ്യം ടൈം എടുത്ത് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഓരോ ഡേസിയുടെ സെൻട്രൽ പോർഷനും നമ്മൾ ഫ്രഞ്ച് നോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈനൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷൻ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ബട്ടർഫ്ലൈ പല ഡയറക്ഷനിൽ ഫേസ് ചെയ്യുന്ന പോലെ നമ്മൾ ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. ടോട്ടൽ നമ്മളിതിനകത്ത് 5 ബട്ടർഫ്ലൈ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കാണിച്ച സാരിയിൽ, അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നേരത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നേരത്തെ റെഡിൽ വൈറ്റിലൊരു സാരി ചെയ്തിരുന്നത് ഇതേ നമ്പർ ഓഫ് ഡിസൈൻസ് എല്ലാമാണ് ചെയ്തത്. ആ സെയിം സാരി വൈറ്റിൽ റെഡായിട്ട് നമ്മൾ റിപ്ലിക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഇതിനകത്ത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പം സെയിം സൈസിലുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ തന്നെയാണ് നമ്മൾ വീണ്ടും കൊടുത്തിരിക്കുന്നത്. പുടുത്ത് വരുമ്പം ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും അതുപോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ, ഒരു 5 ഡിസൈൻസ് ഈ സാരിയിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉടുത്ത് വരുന്ന ഭാഗത്തൊക്കെ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് തന്നെ ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ കാണാൻ പറ്റും. കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരിയിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിലും നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ പാറ്റേൺ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ചൊരു ചെറിയ സൈസിൽ സ്ലീവിൽ വരുമ്പം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും കാണാൻ പറ്റുന്നത് പോലെ നമ്മൾ അതിൻ്റെ ആ ഒരു സെൻട്രൽ പോർഷന് വരുന്ന പോലെ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ ഡിസൈൻ തന്നെയാണ് ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ നമ്പർ ഓഫ് ഡിസൈൻസ് ആണെങ്കിലും കളർ കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിലും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിലും നമുക്ക് ഓൾറെഡി ഈ ഒരു പാറ്റേണിന് വീണ്ടും പുതിയ ഓർഡേഴ്സ് ഇരിപ്പുണ്ട് പെൻഡിങ് ആയിട്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ വരുന്ന ഇതിലായിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മൾ വീണ്ടും കാണിക്കുന്ന ഒരു വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരി തന്നെയാണ്. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളൊരു കളർ കോമ്പിനേഷനും ഡിസൈനും ഒക്കെ തന്നെ റിപ്പീറ്റ് ഓർഡർ വന്നത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സാരി നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച സമയത്ത് നമുക്ക് ഒരുപാട് റെസ്പോൺസ് വന്ന് ഒത്തിരി റീ ഓർഡർ വന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് നേരത്തെ വന്ന ഓർഡേഴ്സാണ് ഈ സാരീസ് എല്ലാം തന്നെ. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു കസ്റ്റമേഴ്സ് നമുക്ക് ഒത്തിരി വെയിറ്റ് ചെയ്ത് നമ്മളോട് ഒത്തിരി കോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു ഷാഡോ വർക്കാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഷാഡോ വർക്ക് ഡിസൈനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ബാക്ക് സൈഡ് ആണെങ്കിലും ഫ്രണ്ട് സൈഡൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുന്നൊരു
ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ എൻ്റെ ആ കളർ കോമ്പിനേഷൻ കൊണ്ടും ഷാഡോ വർക്കിൻ്റെ ഒരു എലഗൻസ് കൊണ്ടും ഒക്കെ ആ ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ഈ ഒരു സാരിയുടെ റണ്ണിങ് പോർഷനിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ആ ഒരു പല്ലുവിൻ്റെ എൻ പോർഷനിൽ ഡിസൈൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ചെസ്റ്റ് പോർഷനിലോട്ട് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സെയിം സൈസിൽ വരുന്ന പോലത്തെ 2 ഡിസൈൻസ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ടാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര കോൺട്രാസ്റ്റ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ അല്ലെങ്കിൽ പോലും ഷാഡോ വർക്ക് എപ്പോഴും നല്ലൊരു എലഗൻ്റായിട്ട് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്ന സാരീസ് നമുക്ക് എപ്പോഴും ഷാഡോ വർക്കിൽ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതാണ് ഷാഡോ വർക്കിൽ. ഷാഡോ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, 6 strands ത്രെഡ് ആണോ യൂസ് ചെയ്യുന്നത്, 3 strands ആണോ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഡൗട്ട്സും ഒക്കെ ചോദിച്ച് നമ്മൾ ഒത്തിരി ആൾക്കാർ വിളിക്കാറുണ്ട്. നമ്മൾ ഈ ഒരു ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 3 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ എപ്പോഴും ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്പോഴാണ് ആ ഷാഡോ വർക്കിന് കുറച്ചും കൂടി ഒരു ഭംഗിയും ആ ഒരു നല്ല തിക്കായിട്ടൊക്കെ വരുന്നത്. നമ്മൾ ആ ഒരു 6 strands യൂസ് ചെയ്താൽ കുറച്ചുകൂടി ആ ഒരു ഗ്യാപ്പ് കൂടുതലായിട്ട് വരും. 3 strands ആകുമ്പോഴത്തേനും നമുക്ക് അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ നല്ല ഫില്ല് ചെയ്ത് തന്നെ ആ ഒരു ഷാഡോ വർക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ഒരു സാരി. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈനാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് പോലെ തന്നെ വെർട്ടിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഈ 2 സാരീസിനും ഫോൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കസ്റ്റമൈസേഷനിൽ നമ്മുടെ അടുത്ത് പറയുന്ന അനുസരിച്ച് നമ്മൾ ഫോൾ ചെയ്യാറ്. നോർമലി നമ്മൾ കസ്റ്റമൈസേഷനിൽ ഫോൾ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഇതിനകത്ത് കോട്ടൺ ചെക്കോട്ട ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് നമ്മൾ അഡീഷണലായിട്ട് പറഞ്ഞ പ്രകാരം ചെയ്തിട്ടുണ്ട്. ബ്ലൗസും ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസേഷനിൽ അഡീഷണലായിട്ട് പറഞ്ഞാലാണ് നമ്മൾ ബ്ലൗസും ചെയ്യാറ്. നമ്മുടെ കസ്റ്റമർക്ക് ബ്ലൗസിൻ്റെ സ്ലീവ്സിലും വർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള കാരണം ബ്ലൗസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. 2 ചെറിയ ഫ്ലവേഴ്സ് 2 സ്ലീവ്സിലും വരുന്നത് പോലെയാണ് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്കിതിൻ്റെ സെയിം പാറ്റേൺ കുറേ സാരീസിയുടെ ഡിസ്പാച്ച് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഒരു സാരിയുടെ ഇതിൻ്റെ കൂടെ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. സെയിം റിപ്പീറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. സെയിം റിപ്പീറ്റായിട്ട് ഉള്ള ഒരു സാരിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സാരീസ് എല്ലാം തന്നെ നമുക്ക് ഡിസംബറിലെ വീഡിയോസൊക്കെ കഴിഞ്ഞ് നമുക്ക് റെസ്പോൺസായിട്ട് കിട്ടിയ ഓർഡേഴ്സാണ്. അപ്പം ഡിസംബർ കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൽ ഇത് ഡിസ്പാച്ച് ചെയ്യുന്ന സമയം വരെയും ഈ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ അടുത്ത് നമ്മൾ ഡെലിവറി സംബന്ധമായൊക്കെ ബ്രേക്ക് എടുത്തപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് വളരെ കോപ്പറേറ്റീവായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു സാരീസ് കൊടുക്കുന്നത്. അപ്പം അവർ നമ്മുടെ അടുത്ത് അത്രയും ഒരു ട്രസ്റ്റും നമ്മൾ അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്തതിനൊക്കെ നമുക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അവർ നമ്മുടെ കൂടെ നിന്നതിന്. അതുപോലത്തെ കസ്റ്റമേഴ്സ് ശരിക്കും നമ്മുടെ ഒരു ലക്ക്. ഷാഡോ വർക്ക് യൂസ് ചെയ്താണ് നമ്മൾ ഇതിനകത്ത് ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു റോസ് ഫ്ലവറിന്റെ പാറ്റേൺ ഷാഡോ വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ലീഫും ഷാഡോ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പിങ്കിന്റെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഈ ഒരു ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഭയങ്കര റിച്ച് കാണുന്ന കളർ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഡിസൈനോ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര സിമ്പിളും ഭയങ്കര റോയൽ ലുക്കും ഒക്കെ കൊടുക്കുന്ന വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ട് തന്നെയുള്ളൊരു വർക്ക്. നമ്മൾ കാണുമ്പം ഭയങ്കര സ്കാറ്റർ ചെയ്ത് അവിടെ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് തോന്നിയാലും ഈ ഓരോ പെറ്റൽസും ഇത് ഒരു ഫ്ലവറിനകത്ത് 7 to 8 പെറ്റൽസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്രയും പെറ്റൽസും നമ്മൾ ഓരോ പെറ്റൽ വീതം നോട്ടിട്ട് ക്ലോത്ത് ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ടൈം എടുത്ത് നമ്മൾ ചെയ്തെടുത്ത വർക്കാണ്. വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോഴത്തേന് കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ഡിസൈൻ ഇതിന്റെ പല്ലുവിന്റെ നടുവശത്തെ നമ്മൾ സിംഗിൾ ഡിസൈൻ ഒരു സിംഗിൾ ഫ്ലവർ ഡിസൈൻ ഇതിന്റെ നടുവശത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല്ലുവിന്റെ അപ്പുറത്തെ എൻഡിൽ വരുന്നിടത്ത് നമ്മൾ 2 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നടുവശം നമ്മൾ സാറ്റൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു വൈറ്റ് കളറിലെ ത്രെഡ് വെച്ചിട്ട് അതിനകത്ത് ഒരു ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡോട്ട് തന്നെ നമ്മൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ഡിസൈനെയും സ്കാറ്റർ ചെയ്ത് ഓരോ വൈറ്റ് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. വലിയ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഡിസൈൻസ് വരുമ്പോഴും ഇതുപോലത്തെ ചെറിയ ഡോട്ട്സ് നമ്മൾ ആ ഒരു സാരിയുടെ അവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈ ഒരു സാരിയുടെ പല്ലു പോർഷനിൽ തന്നെ റണ്ണിങ് പോർഷനിൽ നമ്മൾ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് പോർഷനിലോട്ട് വരുമ്പോൾ ഇതുപോലൊരു സിംഗിൾ ഫ്ലവർ ഡിസൈനാണ് നമ്മളിതിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു സാരിയുടെ മിഡിൽ പോർഷനിൽ കൊടുത്ത പോലെ പല്ലുവിൻ്റെ മിഡിൽ പോർഷനിൽ കൊടുത്ത പോലെ ഒരു സിംഗിൾ ഡിസൈനാണ് നമ്മളിതിൻ്റെ ആ ഒരു റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ് അടുത്ത ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോൾ അത്യാവശ്യം നമ്മൾ ലെങ്ത് തന്നെ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്കാറ്റർ ചെയ്തുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2, 3, 4 ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്
സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ നമ്മൾ നല്ല ഈ ഒരു ഇത്രയും ലെങ്തിൽ ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ ഉടുത്ത് വരുമ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുൾ ഈ ഒരു ഡിസൈൻ വരത്തക്ക രീതിയിൽ നന്നായിട്ട് നിറഞ്ഞു വരുന്ന പോലെ, എന്നാൽ തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് അല്ല, സ്കാറ്റർ ചെയ്ത് കുറെ ഗ്യാപ്പ് വിട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് എല്ലാം വരുന്നത്. 2 ഫ്ലവേഴ്സ് കഴിഞ്ഞ് ഈ ഗ്യാപ്പ് വരുന്ന പോലെ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് തന്നെയാണ് ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി തിക്കായിട്ട് തോന്നുന്ന എംബ്രോയിഡറി അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. ആ ഒരു ഷാഡോ വർക്കിന്റെ സിംപ്ലിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു തിക്നെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു സിംപ്ലിസിറ്റിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. ഒത്തിരി ഹെവി വർക്ക് ആയിട്ടുള്ള സാരീസ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ടുള്ള സാരീസ് എന്നാൽ നല്ല എലഗന്റ് ലുക്കുള്ള സാരീസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന പോലെ ഒരു വർക്കാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് നമ്മൾ വീണ്ടും ഇടയ്ക്കൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സിമ്പിൾ പാറ്റേൺ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഫ്ലവർ വരുന്നത് നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമ്മുടെ പുറകിലോട്ട് വരുന്ന ഭാഗത്തോട്ട് വരുന്നത് പോലെ 2 ഫ്ലവർ സ്കാറ്റർ ചെയ്തതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മുടെ ഫ്ലീറ്റ്സിന്റെ ഇടയ്ക്ക് വരുന്നത് പോലെ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ഉടുത്ത് വരുമ്പോഴത്തേനും സാരിയുടെ ഓരോരോ പോർഷനിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിന് നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ലെഗ് പോർഷനിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്കാറ്റർ ചെയ്ത് ഇങ്ങനെ ആ ഒരു താഴെവശത്ത് വരുന്ന ലൈനിൽ, മീൻസ് സ്ലീപ്പിംഗ് ലൈനിൽ തന്നെ വരുന്നത് പോലെ നമ്മൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ എല്ലാവർക്കും സ്റ്റാൻഡിങ് പോസ്റ്റിലാണ് നമ്മൾ ആ ഒരു ലെഗ് പോർഷനിൽ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വർക്കിന് ഭംഗി അതിൻ്റെ ആ ഒരു സ്കാറ്റർ ചെയ്ത് ഈ ഒരു പൊസിഷനിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഇതിനകത്ത് ഫ്ലവേഴ്സ് റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡിസൈൻസ് ഇതിൻ്റെ ഈ ഒരു സാരിയിൽ കൊടുത്തിരിക്കുന്നത്. സ്കാറ്റർ ചെയ്തിട്ട് പലയിടത്തായിട്ട് റാൻഡം ആയിട്ട് ഒരു ഡിസൈൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. നമ്മൾ സാധാരണ എപ്പോഴും ഡിസൈൻസ് ചെയ്യുമ്പോൾ ഓരോ ഡിസൈനും യൂണിഫോം ആയിട്ടിരിക്കുന്ന പോലെ, അതായത് എല്ലാ ഡിസൈനും ഒരേ വലുപ്പത്തിൽ ഒരേ സൈസിൽ ഇരിക്കുന്ന പോലെ നമ്മൾ ചെയ്യാറ്. പക്ഷേ ഈ ഒരു സാരിയിൽ നമ്മൾ ഓരോ ഡിസൈനും, ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ ആണെങ്കിലും പല്ലുവിലെ ഡിസൈൻ ആണെങ്കിലും റൈറ്റ് ലെഗ് പോർഷനിലെ ഡിസൈൻ ആണെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഓരോന്നും യുണീക്കായിട്ട് ഇങ്ങനെ പല രീതിയിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത് പോലെയാണ് നമ്മൾ ആ ഒരു റോസ് ഫ്ലവേഴ്സ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന് നമ്മൾ വിത്ത് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് വരുമ്പോഴത്തേനും 2 സ്ലീവിലും 2 ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ ഇതിന് വിത്ത് ബ്ലൗസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ 2 ഫ്ലവേഴ്സും ഒരു ലീഫും വരുന്ന ഒരു പാറ്റേണിൽ നമ്മൾ ഇതിന് വിത്ത് ബ്ലൗസും ചെയ്തിട്ടുണ്ട്. ഇത് ഫുൾ ആ ഒരു വിത്ത് ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേനും നല്ലൊരു സിമ്പിൾ ആൻഡ് റോയൽ ലുക്ക് തന്നെ കൊടുക്കുന്ന പോലെ, അതുപോലെ ആ ഒരു പിങ്കും ലാവൻഡറും ഉള്ള കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വരുന്ന പോലെ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കാണിച്ച സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ സാരീസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി വർക്കുകളൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. മിഷൻ എംബ്രോയിഡറി വർക്കുകൾ സാരീസിന്റെ ഒക്കെ ഡിസ്പാച്ച് ടൈം വരുന്നത് നമ്മളൊരു 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മൾ മിഷൻ എംബ്രോയിഡറി വർക്ക്സ് ആണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന. കാരണം ഹാൻഡ് എംബ്രോയിഡറി നമുക്ക് സമയം ഇപ്പോൾ കൂടുതൽ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും മിഷൻ എംബ്രോയിഡറി വർക്കിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് ടൈമൊക്കെ അത്ര പെട്ടെന്ന് വർക്ക് വേണ്ട, എമർജൻസി അല്ലാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടി മാത്രമേ നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.